എന്താ കല്യാണത്തിൽ ഒരുക്കുന്നൊന്നും ആയില്ലേ? ഇല്ല. എന്താ പറ്റി? എന്താ കാര്യം? നിനക്കറിയാം, ബാപ്പു മരിച്ച ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ട് ഉമ്മ ഞങ്ങളെ വളർത്തി. ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഐഷാന്റെ നിൽക്കാൻ. അത് കാണാനുള്ള കുടുംബത്തിന്റെ ഒന്നും ചെയ്യാത്തത്. അതിനെന്താ, നമ്മളെല്ലാം ഇല്ലേ ഐഷയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിച്ച് നടത്താം. ഇല്ല, അത് നടക്കില്ല. എന്താ കാര്യം? അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. അതിന് ഡേറ്റ് മാറ്റാനാണ് എന്നെക്കൊണ്ട് നടക്കണേ. എന്തായാലും ഇതൊന്നും ബേജാറാണ്ടിരിക്കും. ധാരാളം പണം തരത്തിയാണ്. ഇതൊന്നും സമാധാനിക്കുക. പണം കൂട്ടി വെച്ചോണം ആളുകളെല്ലാം കല്യാണം നടത്തുന്നത്. പടച്ചു അതിനുള്ള വഴി കാട്ടിത്തരും. അപ്പുറത്ത് എന്റെ പെൺകൾ നോക്ക്, പൈസ എന്റെ കൂടി പെങ്ങളാണ്. നമുക്ക് മുൻചരിക്കാൻ അവരുടെ കല്യാണം നടത്തും. നമുക്ക് അവരുടെ മുഖത്തോട് സന്തോഷം. ഇതൊന്നും അവളറിയില്ല. ബാക്കി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഒരു എന്നാലും ഇല്ല, ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ. Thank you.
സുവർക്കത്തിലിരിക്കുമ്പോൾ മറക്കരുത് നീ ഇക്കാലം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? നന്നായിരുന്നു. ആൻഡ് ശരിക്കും ഒരു ഫിലിം കണ്ട പോലെ തന്നെ, ബിക്കോസ് ശരിക്കും ആ ഫിലിം സോങ് കാറ്റഗറിയിൽ ഒരു ഫിലിം തന്നെ കണ്ടത് ഇവിടെ. സോ ബഷീറാണോ ഇതിൻ്റെ ഡയറക്ടർ കം ആക്ടർ കം പ്രൊഡ്യൂസർ കം whatever it is? എല്ലാ കമ്പം ഞാനല്ല. അതിന്റെ ഓഡിയോ ട്രാക്ക് വോയിസ് അപ്ഡേറ്റ് ചെയ്ത് അതിന്റെ ഒരു നന്നായിട്ട് ചെയ്ത് ആർട്ടില് സഹായങ്ങളുണ്ടായിരുന്നത് വളരെ നന്നായിരുന്നു. റിയാസ് ആ കോമ്പോസിഷൻ വെരി ഗുഡ്, നന്നായി ചെയ്തിരുന്നു. വളരെ സങ്കടം തോന്നി എനിക്ക്. ആദ്യം സാഡ്നെസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻഡിങ് അത് വളരെ സങ്കടമായി തോന്നി. ബിക്കോസ് ഒരു സിസ്റ്ററിൻ്റെ ഫാമിലിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് പിന്നെ ഇനി നമ്മൾ ശരിക്കും അത് ലിവിൻ പോലെ ഉണ്ടാവോ ഇല്ലയോ. ദാറ്റ് വാസ് വെരി വെരി ഗുഡ്. നന്നായിരുന്നു, എല്ലാം നന്നായിട്ട് ചെയ്തു എല്ലാവരും. ആൻഡ് പ്രത്യേകമായിട്ട് ഒരു ഡാൻസർ ഇവിടെ ഉണ്ട്. ഞാൻ ഫ്രോം ദ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഞാൻ ഒരു ഡാൻസർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ലിറ്റിൽ റിസംബ്ലൻസ് ലക്ഷ്മി ഗോപാല സ്വാമി പോലെ ഉണ്ട്. പേരെന്താ? ദേവി കൃഷ്ണ. ദേവി നന്നായിട്ട് വെരി ഗ്രേസ്ഫുൾ. ആൻഡ് ദേവിൻ്റെ അഭിനയം ബ്യൂട്ടിഫുൾ. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. എനിക്ക് ദേവിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് വന്നു. ഞാനും ഇതുപോലെ ക്ലാസിക്കലുള്ള ഗ്രൂപ്പിലിരുന്ന് വന്ന കുട്ടിയാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ ഇപ്പോഴും ബാക്കിലെ ഏറ്റവും ലാസ്റ്റിലെയാണ് ഞാൻ ഡാൻസ് ആടുന്നത്. സോ അതുകൊണ്ട് ടാലൻറ്റ് അത് എവിടെ ഇരുന്നാലും നമുക്ക് അറിയാം, അതിൻ്റെയാണ് ബ്യൂട്ടി. സോ അതുകൊണ്ട് ദേവിപ്രിയ, ഡോണ്ട് വറി, യു വിൽ കം അപ്പ് ഇൻ ലൈഫ്. ഓക്കെ, നന്നായി ചെയ്തിട്ട് എല്ലാ ഡാൻസസും നല്ല ഈക്വൽ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഡാൻസ് ആയി. പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂംസ് വളരെ നന്നായിരുന്നു. സോ ബിഗ് ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ബഷീർ ടു ദ ടീം. ആയിട്ടായിരിക്കും. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ, സോഫ്റ്റായിരുന്നു, നന്നായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ ഈ സോങ് പെട്ടെന്ന് കേട്ടപ്പോൾ ഇന്ന് എന്തായിരിക്കും ആ വിഷ്വലൂടെ പക്കുവല്ലേ ഫിലിം മങ്ങാടി എന്തായിരിക്കും? അപ്പൊ ആ ഒരു സീൻ എന്തായിരിക്കും? ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റർ കളിയാക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ടീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, റിയാസ. ഞാൻ അതിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള എൻ്റെ ഒന്നാമത് ബഷീർ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. ബഷീർ നന്നായിട്ട് ചെയ്തു. പിന്നെ എന്തിലത് ആ ലാസ്റ്റ് വിട്ട് പോകുമ്പോഴുള്ള ഒരു നല്ലൊരു ബ്രദർ അല്ലേ, നല്ലൊരു സഹോദരൻ്റെ എല്ലാ അല്ലെങ്കിൽ ബഷീർ നിങ്ങളുടെ ടീമിൽ അതെ എല്ലാവർക്കും സഹോദരനാണ്. അതെ, നല്ലൊരു എന്താ പറയുക, നിങ്ങളുടെ ടീമിൽ തന്നെ ഒരു ലീഡർഷിപ്പ് അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടായിരിക്കും ബഷീർ. ആ ഒരു അതന്നെ നിങ്ങളുടെ ഓരോ ഐറ്റത്തിലും അത് കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും അതെ, നസീനായാലും റാഫി എല്ലാവരും. എന്നിട്ട് നമ്മുടെ മണവാളൻ്റെ ഒരു എൻട്രി ചെയ്തു, എന്നിട്ട് അതൊരു ലിപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഭാഗവും സോങ്ങും പാടിയതും എല്ലാം ഗുഡ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ബഷീർ വളരെ നല്ല കമന്റ്സ് ആയിരുന്നു. ആൻഡ് ഓൾസോ റിയാസ് ഖാന്റെ എൻ്റെ ടീം മെമ്പേഴ്സ് ആൻഡ് അഭിനയിച്ച എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ മണവാളന്റെ കോസ്റ്റ്യൂം തകർത്ത് കേട്ടോ. കാരണം വളരെ നല്ല മാച്ച് ആയിരുന്നു. മുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സലന്റ് ആയിരുന്നു, എക്സലന്റ് മാച്ച് ആയിരുന്നു. ഒരു വലിയ കാര്യം നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ
Congratulations. അടുത്ത പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചിത്രം ഷോർട്ട്